ഹലോ നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന് ഊണ് കഴിക്കാനായിട്ട് വരികയാണേ. കതക് തുറന്നു കൊടുക്കുകയാണ് അലീന. അപ്പോൾ കതക് തുറക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആരാണെന്ന് നോക്കിയിട്ടൊക്കെ വേണം കതക് തുറക്കാൻ എന്ന് പറയണേ. ഞാൻ ജനലിലൂടെ കണ്ടായിരുന്നു വരുന്നത് എന്ന് പറയണ അലീന. അങ്ങനെ വേണം, ഞാൻ ഊണ് കഴിക്കാൻ വന്നതാണ്, റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ വിളമ്പാമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോകട്ടോ. അങ്ങനെ ബാലചന്ദ്രനും വന്ന് പോയി ഫ്രഷായിട്ട് വരികയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നു. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കണം. അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിക്കുന്നില്ല കേട്ടോ. കൊടുത്തു എന്ന് പറയണേ. ഇതൊക്കെ നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കണേ. ചോറും സാമ്പാറും ഒക്കെ മാഡം ഉണ്ടാക്കി. മാഡോ? കൊച്ചമ്മ എന്ന് വിളിച്ചപ്പോൾ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു, അതാന്ന് പറയണേ. പിന്നെ ഈ മോരും കറിയും ഒക്കെ ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ നീ എങ്ങനെ ഉണ്ടാക്കി, നിനക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെത്താനെ അങ്ങോട്ട് ഉണ്ടാക്കി, ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ വായ വെക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളടുത്ത് നിൽക്കുമ്പോൾ നോക്കി ഇങ്ങോട്ടൊക്കെ നിന്നോളണം, നന്നായി വഴക്ക് പറയുന്ന സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കറിയാം, കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് എന്നെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അലീന. ചിത്ത മമ്മിയല്ല ഇവിടുത്തെ മാഡം എന്ന് പറയാണ് ബാലചന്ദ്രൻ. എനിക്കറിയാം, കുഴപ്പമില്ല, ഞാൻ പിടിച്ച് നിന്നോളാം എന്ന് പറയുമ്പോൾ, നീ ആദ്യമായിട്ടല്ലേ ഈ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത്, ഞാൻ കുറേ വഴക്ക് കേട്ടിട്ടുള്ളതാന്ന് പറയാട്ടോ അലീന. നീ ആദ്യമായിട്ടല്ലേ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ആദ്യമായിട്ടാണ്, പക്ഷേ ഞങ്ങൾ വീടുകളിൽ സംഭാവന പിരിക്കാനായിട്ട് പോകും. ചിലർ ചീത്ത പറയും, ചിലർ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറും എന്നൊക്കെ പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, സഹനശക്തി ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാമെന്ന് പറയാട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലചന്ദ്രൻ അമ്മയുടെ അടുത്തേക്ക് വരിക കേട്ടോ, മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ്. നീ ഭക്ഷണം കഴിച്ചോ ബാലാന്ന് ചോദിക്കുകയാണ്. കഴിച്ചു. അമ്മയുടെ കാലുവേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഈ പ്ലാസ്റ്ററിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് കയറും, മാന്തി പൊളിക്കാനൊക്കെ തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഇരുന്നിട്ട് ഡൈനിങ് ഹാളിലേക്ക് നോക്കിയിട്ടോ അലീന ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ നോട്ടക്കാരെയും ചോദിക്കണേ. അടിപൊളിയാണ് മോനെ, സൂപ്പറാണ്, നല്ല സ്നേഹമുള്ള പെങ്കൊച്ചാണ്, എല്ലാ കാര്യം ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയാട്ടോ. GDA പഠിച്ച കൊച്ചാ. GDA എന്ന് വെച്ചാൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന അവൾ മൂക്ക് പൊത്തിക്കണ്ട ഓരോന്ന് ചെയ്യുന്നത്, എന്നാൽ വൃത്തിയാവോ അതും ഇല്ല. ഇത് അങ്ങനെയൊന്നുമല്ല, എന്ത് ചെയ്തു തരാൻ ഒരു മടിയുമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിക്ക് ചെയ്യും, നല്ല സ്നേഹമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയട്ടോ. അതവളുടെ പെരുമാറ്റത്തിലും കാണുന്നുണ്ടെന്ന് പറയണം ബാലചന്ദ്രൻ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ജയമോളോട് നീ ഒന്ന് പറയണം, ആ പെങ്കൊച്ചിനോട് നോക്കിയും കണ്ടൊക്കെ ഒന്ന് മയത്തിൽ പെരുമാറാൻ. എന്തിനാ വെറുതെ ഈ ഒച്ചെടുക്കുന്നത്? എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ ഒച്ചെടുക്കുന്നത്? അമ്മയുടെ മോളല്ലേ, അമ്മ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാലേ അതിൽ വേറെ അർത്ഥം കണ്ടെത്തും, അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. ആ കൊച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒച്ചെടുത്ത് കഴിഞ്ഞാലേ എന്താ പറയുക, ജോലിക്കാരോട് ഒച്ചെടുത്ത് സംസാരിക്കണമെന്ന് അവൾ എന്തിനാ എങ്ങനെ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് മുത്തശ്ശി. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കടയിലേക്ക് പോകാനായതുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകാട്ടോ. ആ സമയത്ത് മുത്തശ്ശി അലീന എന്ന് വിളിക്കട്ടോ. അലീന, അതേ നിന്നെ അമ്മ വിളിക്കുന്നു എന്ന് ബാലചന്ദ്രൻ പറയണം. എന്തേന്ന് ചോദിച്ചുകൊണ്ട് അലീന വരികയാണ്. ഒരു തലേണ എടുത്തിട്ട് എൻ്റെ ഈ കാലിൽ താഴെ വെച്ച് തന്നെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയണം. അങ്ങനെ അലീന വെക്കേട്ടോ. ബാലചന്ദ്രൻ, നീ ചോറുന്നോന്ന് ചോദിക്കേട്ടോ. ഇല്ല, എന്നാലേ പോയി ചോറുന്ന്. ബാലചന്ദ്രൻ ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ടേ കടകളിലേക്ക് പോവുള്ളൂ. എന്ത് കടയാണ് മുത്തശ്ശിയും ചോദിക്കണം. എന്ത് കടയാണെന്നോ? കട ജ്വല്ലറിയും ജൗളിക്കട അങ്ങനെയായിട്ട് കുറേ കടകളുണ്ട് എന്ന് പറയട്ടോ. അത്രയും കടകളൊക്കെ ഉണ്ടോ? അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ വലിയ ബിസിനസ്സുകാരനാണോ എന്നൊക്കെ ചോദിക്കേട്ടോ അലീന. എവിടുന്ന്? എന്നിട്ട് ബാലചന്ദ്രൻ ഉണ്ടോയെന്ന് മെല്ലെ നോക്കിയിട്ട് മുത്തശ്ശി പറയാണ്, ബാലചന്ദ്രൻ്റെ അച്ഛനെ ഞങ്ങളുടെ കൈതക്കൽ മാളിക വീട്ടിലെ ദഹനക്കാരനായിരുന്നു. ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രനൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പിന്നാമ്പുറത്തിരുത്തിയിട്ട് പണിക്കാരുടെ കൂടെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അത്രയും മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെയാണ് അത്രയും ഒറ്റ മോളായ ആ അമ്മയുടെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് ചോദിക്കട്ടോ. അവിടുത്തെ വീട്ടിലെ ഒറ്റ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വലിയ കഥയാണ് കുഞ്ഞ്, അതൊക്കെ ഞാൻ പിന്നീട് പറയാമെന്ന് പറയട്ടോ മുത്തശ്ശി. അപ്പോൾ അത് തന്നെ ആലോചിച്ചിരിക്കേണ്ട അലീന. നീ ചോറുന്നില്ലല്ലോ, പോയി ചോറ് തിന്നെന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞേക്കാട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് ചിന്നിക്കുട്ടി ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കൂട്ടുകാരെ വന്ന് വിളിച്ചിട്ട് ഇവൾ പോകുന്നില്ല. അപ്പോൾ സിസ്റ്റർ ഇത് കണ്ടിട്ട് അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ചിന്നക്കുട്ടി എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ ചോദിക്കുമ്പോൾ, ആരെയാ കാത്തു നിൽക്കുന്നത്? അലീനേൻ്റെയും രവേൻ്റെയും നക്ഷത്രവും കേക്കും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ല എന്ന് പറയണം. അയ്യോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഒന്നുകൂടി അടുത്തേക്ക് ചേർത്ത് പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്,
അവരെ അങ്ങ് ദൂരെ പോയേക്കാണ് നക്ഷത്രവും കേക്കും വാങ്ങിക്കാനായിട്ട്. അത് കിട്ടിക്കാണത്തില്ല. ഒത്തിരി ദൂരെയാണ്, ഒത്തിരി ദൂരെയാണ്. ആകാശത്തിന് കീഴെ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൽ നിറയെ കുരങ്ങന്മാരും അതുപോലെ കിളികളും ഒക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. അതിന് ചുവട്ടിലൊരു വലിയ മഴ വന്നപ്പോൾ കയറി നിന്നതാണ്. ആണോ? അപ്പോൾ അലീന രവ്യാന്തി അവിടെയാണോ? ആ അതെ, ചിന്നുമോൾക്ക് സിസ്റ്റർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചിന്നുകുട്ടീനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി ഇരുന്ന് ടി വി കാണാം കേട്ടോ. സെറ്റിൽ ഇരുന്നിട്ട് ടി വി കാണുന്നത്. ആ സമയത്ത് ഗ്രേസമ്മ അടുത്ത് വന്നിരിക്കുക കേട്ടോ. അയ്യോ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. എഴുന്നേക്കടി എഴുന്നേക്കടി ഇവിടെ വന്നിരിക്കടി എന്ന് പറയാട്ടോ ഗ്രേസമ്മ. അപ്പം മടിച്ച് നിന്നോടല്ലേ പറഞ്ഞ് ഇവിടെ ഇരിക്കാമെന്ന് പറയണേ. അങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നിന്നെ താഴെ എത്തിയിട്ട് എനിക്ക് വലിയ പുണ്യമൊന്നും കിട്ടാനില്ല എന്ന് പറയാട്ടോ. നീ ഇവിടെ തന്നെ ഇരുന്ന് കണ്ടാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അപ്പം രേവതിക്കുട്ടി ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നോക്കണ്ട തരാമെന്ന് പറയാട്ടോ. ഗ്രേസമ്മ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഞാൻ അതല്ല നോക്കിയതെന്ന് പറയുമ്പോൾ കൈ നീട്ടടി എന്ന് പറഞ്ഞിട്ട് കഴിക്കാനുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് മാമച്ചായൻ കുറച്ച് കാശുമായിട്ട് അവിടെ വന്നിരിക്കട്ടെ, ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാന്ന് പറയാണ്. അപ്പോൾ അവൾ മടിക്കുമ്പം ചെല്ലുമെന്ന് പറഞ്ഞ് ഗ്രേസമ്മ പറഞ്ഞേക്കാം കേട്ടോ. രേവതിക്കുട്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ മാമച്ചൻ ആ കാശ് കൊടുക്കുക കേട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണമെന്ന് പറയട്ടോ. അങ്ങനെ അത് വാങ്ങിക്കുമ്പോൾ നിൻ്റെ സാലറിയാണ്, നീ ചോദിക്കാൻ പറഞ്ഞാലും ഞങ്ങൾ തരാൻ മറക്കരുതല്ലോ എന്ന് പറയട്ടോ. ഇത് മുഴുവനും എനിക്കാണോ എന്ന് ചോദിക്കുകയാണെ. എണ്ണി നോക്കടി എന്ന് പറയണം. അങ്ങനെ രേവതിക്കുട്ടി എണ്ണി നോക്കുകയാണ്. എത്രയുണ്ട്? 10,000. ഇത് മുഴുവനും എനിക്കാണോ? പിന്നെ നിനക്കല്ലാതെ വെച്ചോ എന്ന് പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇത് എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു അങ്കലാപ്പിൽ അത് കൊണ്ടുപോയിട്ട് ഗ്രേസമ്മയ്ക്ക് കൊടുക്കുകയാണേ. ഇതെന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിക്കട്ടോ ഗ്രേസമ്മ. കൊച്ചമ്മ സൂക്ഷിച്ചാൽ മതി എന്ന് പറയുകയാണേ. അയ്യോ അപ്പം നിൻ്റെ കയ്യിലൊന്നും വേണ്ടേ? എനിക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ നാളെ തന്നെ ഇവളെയും കൂട്ടി ബാങ്കിൽ പോകണം, ഇവളുടെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങണം, എന്നിട്ട് ഈ കാശ് അതിലേക്ക് ഇടണം എന്ന് പറയട്ടോ. അങ്ങനെ ഗ്രേസമ്മ ആ കാശ് വാങ്ങിച്ച് വെക്കണം, വന്നിരുന്ന് ടി വി കാണുമെന്ന് പറയാണ് രേവതിയോട്. പിന്നീട് കാണിക്കുന്നത് ഹരിശങ്കർ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. വന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ ഞാൻ വന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അങ്ങനെ വന്നിട്ട് കഥക് തള്ളി നോക്കുക കേട്ടോ. അപ്പോൾ അത് കുറ്റിയിട്ടേക്കെന്ന് മനസ്സിലാവണം. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ അലീന വന്ന് ഡോറ് തുറക്കുമ്പോൾ ഹരി പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരികയാണ്. ഹരിയെ കണ്ടിട്ട് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുക. എന്താണോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ ഞാനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ സമയത്ത് എന്താ വന്നതെന്ന് ചോദിച്ചതെന്ന് പറയട്ടോ. ഇതെൻ്റെ അപ്പച്ചിയുടെ വീടാണ്, ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ സമയം കാലമൊക്കെ നോക്കണം, മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഹരി അകത്തേക്ക് കയറി പോവാണേ. ഹരി നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാട്ടോ. മെല്ലെ കഥക് തുറന്ന് അടയ്ക്കുകയാണ്. മുത്തശ്ശി ഉറങ്ങുകയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അലീനയുടെ ബാഗ് ഇങ്ങനെ പരിശോധിക്കട്ടോ. ഇടാന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി ഉണരുക കേട്ടോ. നീ എന്താണ് അവളുടെ ബാഗിൽ തപ്പുന്നത്? ഞാനൊന്ന് ചെക്കപ്പ് ചെയ്താൽ. നീ എന്താ ബാഗ് ഡോക്ടറാണോ? ബാഗിനൊക്കെ മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കാൻ? അല്ല മുത്തശ്ശി, അവൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണെന്ന് പറയാട്ടോ ഹരി. അതെ, നിൻ്റെ പോലെയല്ല, അവൾ നല്ല കുട്ടിയാണ്, അവൾ അങ്ങനെയൊന്നും അടിച്ചു മാറ്റത്തില്ല. നിൻ്റെ എന്തെങ്കിലും സാധനം കാണാതായോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നില്ല, എൻ്റെ ഒരു ചാർജർ കാണാതായി. എടാ, മൊബൈൽ പോലും ഇല്ലാത്ത അവൾക്ക് എന്തിനാടാ നിൻ്റെ മൊബൈൽ ചാർജർ? അത് ശരിയാണല്ലോ, എന്നിട്ട് നിൻ്റെ സാധനം അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. എടാ, അവൾ മോഷ്ടിക്കത്തില്ലടാ. അവൾ മോഷ്ടിക്കത്തില്ല, നല്ല കുട്ടിയാന്ന് പറയുമ്പോൾ എല്ലാവരെയും കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കരുത് മുത്തശ്ശി എന്ന് പറയാട്ടോ. അതെ, ഞാൻ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നേ ഇല്ല എന്ന് പറയണേ മുത്തശ്ശി. എന്താ മുത്തശ്ശി എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്കറിയാം, കൊല്ലപ്പള്ളിയിൽ വെച്ചെന്നെ നീ അവളെ ഒന്ന് നോട്ടം വിട്ടത് എനിക്കറിയാം, അതുകൊണ്ട് കൂടുതലൊന്നും വിളച്ചിലെടുക്കണ്ട. അയ്യോ മുത്തശ്ശി, അവളെയോ? ഞാനൊരു പാവം മാൻ. പിന്നെ പാവം മാൻ, വലിയ പാവത്താനൊന്നും കളിക്കണ്ട. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഇത് മുത്തശ്ശിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഇത് എൻ്റെ മുത്തശ്ശിയല്ല, എൻ്റെ മുത്തശ്ശി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കോപ്രായം പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, നീ വല്ലാണ്ട് വാചകം അടിക്കണ്ട. ഞാൻ ആ കൊല്ലപ്പള്ളിയിൽ കാല് വയ്യാണ്ട് കിടന്നിട്ട് ഒരു ദിവസമെങ്കിലും നീ ആ റൂമിലേക്ക് വന്ന് സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഈ മുത്തശ്ശിക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഞാനിവിടുന്ന് പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് ഹരി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്തോ ഒരു ഗുലുമാല ഒപ്പിക്കാനാണ് അവൻ വന്നിട്ടുള്ളതെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവണം. മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, മെല്ലെ പറയുന്നുണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഹരി അവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നിരീക്ഷിക്കുക കേട്ടോ. എന്നിട്ട് കിച്ചണിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അലീന ഫുഡൊക്കെ ടേബിളിൽ നിന്ന് എടുത്ത് വെക്കുകയായിരുന്നു. എനിക്കൊരു ബ്ലാക്ക് കോഫി വേണമെന്ന് പറയണം. എന്ന് പറയാട്ടോ അലീന. ഇത് നല്ല കടുപ്പവും നല്ല മധുരമൊക്കെ വേണമെന്ന് കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് പറയാട്ടോ. അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഹരി മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി പോവാട്ടോ. സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. അങ്ങനെ അലീന കോഫി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അക്ഷമനായിട്ട് കാത്തു നിൽക്കുകയാണ് ഹരി. കോഫിയുമായിട്ട് വരുമ്പോൾ അലീന ഹരി അവിടെ എവിടെയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. ഞാൻ ഇവിടെയാണ്, ഇങ്ങോട്ടേക്ക് തന്നേക്കുന്നത്
പറയാം കേട്ടോ. ഒന്ന് മടിച്ച് നിൽക്കുകയാണ് അലീന. എന്താ സ്റ്റെയർ കേസ് കയറാൻ വയ്യെന്ന് ചോദിക്കുമ്പോൾ അവൾ കയറി മുകളിലേക്ക് ചെല്ലുക കേട്ടോ. നല്ല ചൂടുണ്ടല്ലേ? ആ ഉണ്ട്, എന്നാൽ ആ റൂമിലേക്ക് വെച്ചേക്കെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആ റൂമിലേക്ക് നോക്കി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ആ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുകയും പിന്നീട് ഹരി അങ്ങോട്ടേക്ക് കയറി ചെല്ലാട്ടോ. എന്നിട്ട് ആ കോഫി എടുത്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടാണ്. എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നേക്കെന്ന് പറയണം. അങ്ങനെ അവൾ ആ കോഫി എടുക്കുമ്പോൾ എന്താ നിനക്ക് ഇത്രയ്ക്ക് മടി എനിക്കൊരു കോഫി എടുത്ത് തരാനായിട്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ആ ചൂടുള്ള ചായ അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്ന സീനുകളൊക്കെയാണ് വരാനായിട്ട് പോണത്. അങ്ങനെ പിന്നീട് മനു മുത്തശ്ശിയെ കാണാൻ വരുന്ന എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞിടുന്നതായിരിക്കും. അപ്പോൾ മുത്തശ്ശി മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചാണടാ അത്, നല്ല കൊച്ചാണ്, നല്ല കുടുംബത്തിൽ പിറന്നതാണെങ്കിൽ നിനക്ക് ഏറ്റവും നന്നായി ചേരുന്ന കൊച്ചാണത് എന്നൊക്കെ പറഞ്ഞ് മനുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇഷ്ടം കുത്തി നിറക്കി കേട്ടോ മുത്തശ്ശി. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീനുകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.